ിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ജെയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആളുകൾക്ക് മുന്നിലുള്ളത്, എന്തുകൊണ്ട് തോറ്റു? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനൊരു പുതിയ മറുപടിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ തോൽവിയെ കുറിച്ച് ചോദിക്കാൻ പറ്റിയ തോൽവി. അതിച്ചിരി കൂടുതലല്ലേ? പുതുപ്പള്ളി 38,000 വോട്ടിന് തോറ്റവനോട് തന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ തോറ്റു എന്ന് ചോദിക്കണം. മനഃപൂർവ്വം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ഇറക്കിയതാ തോൽക്കിനെന്നറിയാം. എന്നാ പിന്നെ ആ അനിലണ്ണനെയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഒന്നിച്ച് പൊളിച്ചടുക്കത്തില്ലായിരുന്നോ? ചിരിച്ചു മറിയായിരുന്നു. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് നിലമ്പൂരിന്റെ മണ്ണിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ടോ? ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ. നിലമ്പൂരിൽ തോറ്റ് കഴിഞ്ഞു എന്നിട്ടും പറയാ അവിടെ എന്തെങ്കിലും തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അംഗീകരിക്കുക, ജനവിധി ഞങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നതിന് പകരം ജനങ്ങളുടെ തെറ്റിദ്ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ശരിയാണോ? അയ്യോ അണ്ണാ, നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ തോൽക്കും, പക്ഷെ തോറ്റെന്ന് സമ്മതിക്കാൻ നമ്മൾക്ക് മനസ്സില്ല. ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ആ ചോദ്യത്തിനകത്തൊരു ഭാഗികമായ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എന്റെ മിതമായ ഒരു ഭാഷ്യം. നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിൽ ജെയ്ക്ക് ഒരു ഭാഗികമായ കുഴപ്പം കാണുന്നു. അതാണ് ജെയ്ക്കിന്റെ മിതമായ ഭാഷ്യം. ഞങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് UDF വിജയിച്ചു. ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ UDF വിജയിച്ചത്. അപ്പോ ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് അവർക്കൊരു വിജയം വെറുതെ ദാനമായിട്ട് ഔദാര്യമായിട്ട് കൊടുത്തതാണെന്നാണ് തോൽക്കണ്ണം പറഞ്ഞു വരുന്നത്. നേർച്ച കോഴി. തോറ്റ് തുന്നം പാടി ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ചെന്ന് ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാതെ ഉടനെ തന്നെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ മെഴുകാൻ വേറെ ആർക്ക് പറ്റും? തോക്കെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മോനെ, അപ്പൊ നാളെ